What did you learn about yourself during a past birthday? Did a particular birthday give you perspective on something in your life? പഴയ ബർത്ത്ഡേ പറ്റി നീ എന്താണ് പഠിച്ചേക്കണത്? അതിൽ എന്തെങ്കിലും പേഴ്സ്പെക്റ്റീവ് നിനക്ക് കിട്ടിയോന്ന്? യെസ്, ഒരു 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 9th സ്റ്റാൻഡേർഡ്. യെസ്, 9th സ്റ്റാൻഡേർഡ് എൻ്റെ ജീവിതത്തിലെ ഒരു പിവട്ടിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് 9ാം ക്ലാസ് വരെ വലിയ പഠിക്കൊന്നും ഇല്ലാത്ത ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ഞാൻ പണ്ടും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് അവളെ ഓർക്കും. അവളുടെ പേര് സില എന്നാണ്, ഡോക്ടറാണിപ്പോൾ. അപ്പോൾ ആള് ക്ലാസ്സിലെ ടോപ്പറാണ്. അവളുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ഞങ്ങൾ നല്ല കമ്പനിയായി. അപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂടി ഞങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിപ്പിസ്റ്റായി, നല്ല മാർക്കൊക്കെ കിട്ടി, 10ാം ക്ലാസ്സിൽ പാസ്സായി. അങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ 9th സ്റ്റാൻഡേർഡ് ഭയങ്കര ഒരു ചേഞ്ചിങ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ ബർത്ത്ഡേക്ക് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച നമുക്ക് എല്ലാവരെയും വിളിച്ച് എനിക്ക് ബർത്ത്ഡേ പാർട്ടി പോലെ നടത്തണമെന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇത് സംഭവം ഉണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിക്കാൻ അച്ചാച്ചൻ പറഞ്ഞു. ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചു. അമ്മ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. അച്ചാച്ചൻ എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്തു തന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഡിസംബർ 15ാം തീയതി ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലാക്കും റെഡും കൂടിയുള്ളൊരു ടോപ്പാണ്. ജീൻസും ടോപ്പും വന്നിടുന്നത്. അപ്പം ജീൻസും ടോപ്പും ഒന്നും നമുക്ക് അന്നൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു. എല്ലാവരും അന്നും ആഘോഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, 15ാം തീയതി ഞാൻ തോന്നും, ആ ബർത്ത്ഡേ തലേദിവസം അച്ഛനടുത്ത് പറഞ്ഞത്, നമുക്ക് അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. ആരുടെയാണോ ബർത്ത്ഡേ അവർ ബാക്കി എല്ലാവർക്കും ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നോ, വലിയ ഡയറി മിൽക്ക് ഒരെണ്ണം വാങ്ങണമെന്നോ, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ വലുതാണ് വാങ്ങേണ്ടത്, പൈസ കൂടുതലുള്ളതാണ്. അപ്പം ഞാനിതിങ്ങനെ അച്ചാച്ചനോട് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താ, നമ്മുടെ വീട്ടിലോട്ട് എല്ലാവരും വിളിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അച്ചാച്ച അത് വേണമെന്ന് എങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ ദേഷ്യം വന്നു. അച്ചാച്ചൻ ഓൾറെഡി ഒത്തിരി പൈസ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചിലവാക്കി. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐ എം സോ പ്രൗഡ്. അച്ചാച്ചന് അങ്ങനെ ഒരു സിറ്റുവേഷനിലും എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതിൽ. അപ്പോൾ അന്ന് അച്ചാച്ചൻ പറഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഇങ്ങനെ ഞാനൊരു ബർത്ത്ഡേ പാർട്ടി നടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ചാച്ചന് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു ആ ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട്. കാരണം അത്രയും പേരെ വിളിച്ച് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പം അതിന് വേണ്ടി അച്ചാച്ചന് ഒത്തിരി പൈസ ചിലവാക്കി. എന്നിട്ട് അച്ചാച്ചനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ എല്ലാവർക്കും മിഠായി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അച്ചാച്ചൻ പറഞ്ഞത് ഇനി ഇങ്ങനെ നടത്തില്ല എന്ന്. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞില്ല. എനിക്ക് വേണ്ടി അച്ചാച്ചൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി വെച്ചു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി അങ്ങനെ പാർട്ടി ആയിട്ടൊന്നും, എൻ്റെ പാർട്ടിയുടെ മോഹം അന്നത്തോടെ തീർന്നു കേട്ടോ. പിന്നെ ഞാൻ